അപ്പോ ഇന്ന് നമ്മള് ഇവിടെ പെഡഗോജിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഏകദേശം 10ഓളം ചോദ്യങ്ങളാണ് പെഡഗോജിന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഡയറക്റ്റ് ആയിട്ട് വന്ന ചോദ്യങ്ങളുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഫസ്റ്റ് ചോദ്യം പെട്ടെന്ന് ആൻസർ ചെയ്യാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും ചിലരൊക്കെ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ കൊടുത്ത ചോദ്യം ഇതാണ്. എന്താണ് തുർക്ക് തദ്രീസൽ മുബാഷർ. തുർക്ക് തദ്രീസൽ മുബാഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഡയറക്റ്റ് മെത്തേഡ് എന്താന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെയിം ഭാഷയിൽ തന്നെ പഠിപ്പിക്കുന്ന രീതിയാണ്. അപ്പൊ അതിൽ പെട്ടത് ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ കാണാം അൽ ഇലാം വൽ വസ്ഫ് വശറഹ് അർളുൽ ബയാനാത്ത് വൻ നമുദജ വ തദ്രീബ് മുറാഖബ അൽ മുമാറസ വ തദഖുലുൻ നഷ്ത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് ആ ഒരു ഡയറക്റ്റ് ആയിട്ട് അറബിയിൽ തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. എല്ലാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക, വിവരിക്കുക, വിശദീകരിക്കുക. അറബി ഭാഷയിൽ ഈ പറയുന്ന എല്ലാ സംഗതിയും ഡയറക്റ്റ് മെത്തേഡിൽ വരും. ഒരു ഇൻഫർമേഷൻ കുട്ടികൾക്ക് പാസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അത് അറബിയിൽ വിവരിച്ചു കൊടുക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബയാനാത്ത് ഡാറ്റകളൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ മോഡലുകൾ, എക്സാമ്പിളുകൾ പറയുന്നുണ്ട്, അതിൽ പരിശീലനം നടത്തുന്നുണ്ട്. എല്ലാം അറബി ഭാഷയിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മുറാഖബത്തുൽ മുമാറസ, നമ്മൾ കൃത്യമായിട്ട് അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സജീവമായിട്ട് അതിൽ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം എന്താണ് ഈ ഡയറക്റ്റ് മെത്തേഡിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെറും അറബിയിൽ പറഞ്ഞു പോകുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വെറുതെ ഒരു വാക്കുകൾ പറയലുള്ള കാര്യങ്ങൾ അറിയിക്കലും, വിശദീകരിക്കലും, വിവരിക്കലും, മോഡലുകൾ പറഞ്ഞു കൊടുക്കലും, പ്രാക്ടീസ് ചെയ്യിപ്പിക്കലും, കൃത്യമായ സജീവമായ ഇടപെടലുകളും എല്ലാം ഡയറക്റ്റ് മെത്തേഡിലും വരുന്നുണ്ട്. അപ്പൊ ഏതാണ് ആൻസർ വരിക? യെസ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എല്ലാവരും ചെയ്തിരുന്നോ? അതോ അത് കണ്ടപ്പോ കൺഫ്യൂഷൻ ആയോ? ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. അപ്പൊ ഇതിലുള്ള ഈ പെഡഗോജിയുടെ ടേംസ് അതിങ്ങനെ മനസ്സിലാക്കുക എന്നല്ലാതെ വേറൊരു മാർഗം നമുക്കില്ല. ഇനിയിപ്പോ അടുത്ത എക്സാം വരുമ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സാധനങ്ങൾ കാണുകയാണെങ്കിൽ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അടുത്തൊരു ചോദ്യം നമ്മൾ പഠിച്ചതിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യം. നമ്മൾ ലാസ്റ്റ് സെഷനുകൾ ഹാൻഡ് ബുക്കിന്റെ റിവിഷൻ സെഷൻ ചെയ്തിരുന്നു. അതിൽ നിന്ന് വളരെ ഡയറക്റ്റ് ആയിട്ട് വന്ന ചോദ്യമാണത്. നിങ്ങൾ ഓർത്തിരുന്നോ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോ? ഇത് പഠിച്ചതാണുള്ളത്. യെസ്, ഓക്കെ. തെജ്ഹീസാത്ത് ദിറാസ. തെജ്ഹീസാത്ത് നമ്മൾ പറഞ്ഞു, നമുക്ക് സ്കൂളുകളിൽ പല രീതിയിലുള്ള സജ്ജീകരണങ്ങൾ, കുട്ടികൾക്ക് പഠിക്കാൻ പല രീതിയിലുള്ള ഉപകരണങ്ങൾ, പല രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ എന്തൊക്കെയാണ് സ്കൂളിലെ തെജ്ഹീസാത്തിൽ പെട്ടത് എന്നാണ് ചോദ്യം. നേറ്റീവ് ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു ഈ എക്സാമിന് അല്ലെ. അതിൽ കാണാം അദവാത്തുൽ വസാഇൽ അൽ ബസരിയ അല്ലെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അല്ലെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അതുപോലെ തന്നെ ഇൽഖാ ഉൽ മുഹാദറ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെക്ചറിങ് നടത്തലാണ്. ലായിഹാത്തുൽ അർള് സൈൻ ബോർഡാണ്. അപ്പൊ ഇതിന്റെ അകത്ത് തെജ്ഹീസാത്തുകളായിട്ട് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? യെസ്, ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് അല്ലെ. കാരണം ലെക്ചറിങ് നടത്തുക എന്നുള്ളത് എന്തല്ല, അവിടുത്തെ സ്കൂളിലെ സജ്ജീകരണങ്ങളിലുള്ള തെജ്ഹീസാത്തിൽപ്പെട്ട കാര്യമല്ല. എന്നാൽ അഥവാ വസായിൽ അൽ ബസരിയ, ഓഡിയോ വിഷ്വൽ എയ്ഡുകൾ അതിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ലെക്ചറിങ് എന്തല്ല, ഇൽഖാൽ മുഹാദറ എന്ന് പറഞ്ഞാൽ ലെക്ചറിങ് എന്നാണ് അർത്ഥം. അത് അതിൽ പെട്ടതല്ല. ലായിഹാത്തുൽ അർള് സൈൻ ബോർഡുകളൊക്കെയാണ്, ഡിസ്പ്ലേ ബോർഡുകളൊക്കെയാണ്. അത് രണ്ടും എന്താണ് അതിന്റെ അകത്ത് പെട്ടതാണ്. അപ്പൊ അതിൽ ആൻസർ വരിക എന്താണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ് ആൻസർ വരിക? സോറി, ഡി അല്ല, ഓപ്ഷൻ അഡ്മിഷൻ മാറിപ്പോയതാണ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അതിന്റെ അകത്ത് ഇത് പോയതാ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെ ഹാൻഡ് ബുക്കിൽ നിന്ന് വന്ന ഡയറക്റ്റ് ഒരു ചോദ്യമാണ് അല്ലെ. നിങ്ങൾ ഓർത്തിരുന്നില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് തജ്ഹീദാത്തു ദിറാസ, സ്കൂളുകളിൽ പഠനം ഇതാക്കാനുള്ള കുറച്ച് എക്യുപ്മെന്റ്സുകളെ കുറിച്ചിട്ടും അതിലുള്ള സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ലൈബ്രറി, മറ്റു ലേണിംഗ് ടൂളുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലായിഹാത്തുൽ അർള് വസാഇൽ ബസരിയ, ഈ പറഞ്ഞ 2 സാധനം കൊടുത്തു. വേറെ ഒന്നും കൂടെ കൊടുത്തുകാണ്ട് അങ്ങോട്ട് തിരിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹാൻഡ് ബുക്കിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഞാൻ ചോദിച്ചത് ലെക്ചർ മെത്തേഡ് അല്ലേ, ബി എങ്ങനെ വരികയാണ്? ലെക്ചർ മെത്തേഡ് ഇൽഖാഉൽ മുഹാദറ എന്ന് പറയുന്ന സാധനം തെജ്ഹീസാത്തിൽ പെട്ട കാര്യമല്ല. ബി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ അല്ല നോക്കേണ്ടത്, ഇങ്ങോട്ടാ നോക്കേണ്ടത്. ആൻസർ അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് അലിഫും തജ്ഹീസാത്താണ്. ലായിഹാത്തുൽ അർള് താവും തജ്ഹീസാത്താണ്. അപ്പൊ അലിഫ് വ താ ഫഖത്ത് എന്നുള്ള ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം.
ഇത് നമ്മൾ പഠിച്ചിരുന്നു വന്ന ഡയറക്റ്റ് ചോദ്യമാണ്. നോക്കൂ, ലൈസമിൻ അറബിയ അല്ലെ, ഹാൻഡ് ബുക്കിന്റെ അകത്ത് കൊടുത്ത ഭാഗത്തുനിന്നുള്ള സിമ്പിൾ ആയ ചോദ്യമാണ് അല്ലെ. താഴെ കൊടുത്തതിൽ അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ലൈസയാണ്, പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. യെസ്, അദാഉൽ അഅമാൽ ഇബ്ദാഇയ്യൻ തരീഖുൽ അറബിയ. അറബി ഭാഷയിൽ എന്ത് ചെയ്യുക, ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുക. ഇക്തിസാബുൽ മഖ്ദറ തദവ്വുഖ് അദബുൽ അറബി, അറബ് സാഹിത്യം ആസ്വദിക്കാനുള്ള കഴിവുണ്ടാക്കുക. അതാ അൽ ഫുനൂൽ ജമീല വൽ അൽആബുൽ ഖവിയൽ ബദനിയ എന്ന് വെച്ചാൽ സ്പോർട്സ്, അൽആബുൽ ഖവിയൽ ബദനിയ എന്ന് പറഞ്ഞാൽ സ്പോർട്സ്, അത്ലറ്റിക്സ്, അത്തരത്തിലുള്ള കാര്യങ്ങൾക്കാണ് പറയുന്നത്. ഫുനൂൽ ജമീല എന്ന് പറയുമ്പോൾ ഫൈനാൻസ്. അപ്പൊ നമ്മൾ ആർട്സും സ്പോർട്സും അത് നിർവഹിക്കാനുള്ള കഴിവുണ്ടാക്കുക. ഇക്തിസാബ് മലിക്കത് തെർജമാക്സ്, നമ്മുടെ മലയാളം ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വൈസ് വേഴ്സ, അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളത്തിൽ നിന്ന് അറബിക്കും അറബിയിൽ നിന്ന് മലയാളത്തിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള കഴിവ്, ട്രാൻസ്ലേഷന്റെ കഴിവ് ഉണ്ടാക്കുക. അപ്പൊ ഏതാണ് നമുക്കറിയാം, ഇതില് ഈ അദാഉൽ ഫുനൂൻ ജമീല വൽ അൽആബുൽ ഖവിയൽ ബദനിയ എന്ന് പറഞ്ഞാൽ പെർഫോമിംഗ് ഫൈൻ ആർട്സ് ആൻഡ് ഫിസിക്കൽ അത്ലറ്റിക്സ് എന്ന് വെച്ചാൽ സ്പോർട്സിലും ആർട്സിലും ഉള്ള കഴിവ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ട് ലക്ഷ്യമാക്കുന്ന ഒരു കാര്യമല്ല അത്. അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇതൊക്കെ എല്ലാവരും ശരിയാക്കിയില്ലേ? ഇത് തെറ്റിച്ചാരെങ്കിലും ഉണ്ടോ? എല്ലാവരും റെഡിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കൃത്യമായിട്ട് പഠിച്ച കാര്യമായിരുന്നു അല്ലെ. എന്താണ് അറബി ഭാഷ പഠിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിരുന്നു. 4 ലാംഗ്വേജ് സ്കില്ല് നേടുക, അറബി ഭാഷയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനുള്ള കഴിവ് നേടുക, അറബ് സാഹിത്യം ആസ്വദിക്കാനുള്ള കഴിവ് നേടുക, അറബിയിൽ ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നേടുക, ട്രാൻസ്ലേഷന്റെ കഴിവ് നേടുക. അപ്പൊ ഈ 3 പോയിന്റ് കൊടുത്തിട്ട് അതിന് പുറമെ വേറൊരു പോയിന്റും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും 2-3 എക്സാമുകൾക്കായി തുടർച്ചയായി ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വരുന്നു. അതുകൊണ്ട് അടുത്ത എക്സാമിന് നിങ്ങൾ ഇത് നോക്കിയിട്ട് തന്നെ പോകണം കേട്ടോ. ഓക്കെ, പിന്നെ അടുത്തൊരു ചോദ്യം. ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ളതാണ്. കാരണം ഓരോന്ന് വായിച്ചു നോക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ അകത്ത് നിന്ന് ഇത് മാച്ച് ചെയ്ത് നോക്കണം. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അത്ര വലിയ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. നോക്കും, മിൻ ഖവായിദുൽ അമൽ ഫിൽ മജ്മുഅത്ത്, ഗ്രൂപ്പിൽ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളിൽ പെട്ടതാണ് എന്ത് എന്നാണ് ചോദ്യം. ഗ്രൂപ്പായിട്ട് കുട്ടികൾ ഇത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമമാണ് എന്താണ് ചോദ്യം. മുഷാറഖത്തുൽ അദവാത്ത് മഅൽ സുമല, നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ കുട്ടികളുമായിട്ട് നമ്മുടെ ടൂളുകളൊക്കെ, പഠിപ്പിക്കുന്ന ടൂളുകളൊക്കെ മുഷാറക്ക, ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക. ഓക്കെ, പിന്നെ ഹുസ്നുൽ ഇസ്തിമാഇ സുമലാഹും യതകല്ലമൂൻ, നമ്മുടെ ഫ്രണ്ട്സ് അവര് ഗ്രൂപ്പിൽ നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവര് സംസാരിക്കുമ്പോൾ വഹും യതകല്ലമൂൻ, അവര് സംസാരിക്കുന്ന സമയത്ത് അവര് നന്നായി നമ്മൾ ലിസൺ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പില് കുട്ടികൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ലിസൺ ചെയ്യുക. അത്തനാഫുസ് വ മുഹാവല നമ്മൾ മത്സരിക്കുക. തനാഫുസ് മുഹാവല എന്നൊക്കെ പറഞ്ഞാൽ മത്സരിക്കുക, മറ്റുള്ളവരെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് വെച്ചാല് പോസിറ്റീവ് ആയിട്ടല്ല. അതൊരു ഗ്രൂപ്പിൽ ഒരു കാര്യം എല്ലാവരും ഒരുമിച്ച് ചെയ്യുമ്പോൾ വേറുള്ളവരെ മറികടന്ന് ചെയ്യാനുള്ള ഒരു കാര്യം. തനാഫുസ് പരസ്പരം ഗ്രൂപ്പ് അറിയുമ്പോൾ ഒരുമിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ പരസ്പരം മത്സരിക്കുക, മറ്റുള്ള ആളുകളെ മറികടക്കുക, ഈ ഒരു ആഗ്രഹം ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഏതാണ് നമ്മൾ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമം എന്നാണ് ചോദ്യം. നമുക്കറിയാം, ഫ്രണ്ട്സുമായിട്ട് ഷെയർ വേണം, അവർ സംസാരിക്കുമ്പോൾ നന്നായി കേൾക്കണം. പക്ഷെ അവരെ മറികടക്കുകയും അവരോട് മത്സരിക്കുകയും ഗ്രൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഡയറക്റ്റ് ആയിട്ട് ഒരു ജനറൽ ടൈപ്പ് ചോദ്യമായിരുന്നു, നമ്മുടെ ലോജിക്ക് ചോദ്യമായിരുന്നു. അപ്പൊ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. ഇത് എത്ര പേര് കറക്റ്റ് ആക്കിയിരുന്നോ? ഓക്കെ, അർത്ഥം കിട്ടണുള്ളൂ. അല്ലാ, ഇന്നലത്തെ പരീക്ഷന്റെ അർത്ഥം ഒന്നും എത്തിയിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ കിട്ടണ്ടേ? ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി അലിഫ് വബാഹു, ആദ്യത്തെ 1ാമത്തെ 2ാമത്തെ സ്റ്റേജ്. അപ്പൊ അടുത്തേക്ക് നമുക്ക് പോകാം. നമുക്ക് വെള്ളിയാഴ്ച ജുമാന്റെ സമയം കൂടി ദിവസമാണ്, എല്ലാവർക്കും പള്ളി പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യം. മിൻ ഔസാഫ് അൽ അസ്ഇല അൽ ജയ്യിദ, നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു ഇതും. മിൻ ഔസാഫിൽ അസ്ഇല അൽ ജയ്യിദ, നല്ല ഒരു ചോദ്യം, ഗുഡ് ക്വസ്റ്റ്യൻ അല്ലെ. ഗുഡ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സിൽ പെട്ടതാണ് എന്ത്? നല്ല ചോദ്യത്തിന് വേണ്ട പ്രത്യേകതയിൽ വിശേഷങ്ങളിൽ പെട്ടതാണ് എന്ത്? അൻതകൂന മൂജസ വാളിഹ, വളരെ സംക്ഷിപ്തവും നീട്ടിപ്പരത്താതെ സംക്ഷിപ്തവും വ്യക്തവുമായിരിക്കുക.
അൻ തകൂന ഖാലിയ അനിൽ ഇബ്ഹാം, കൺഫ്യൂഷൻസ് കാലിയാക്കുക, കൺഫ്യൂഷൻ ഇല്ലാത്തതാക്കുക, കൺഫ്യൂഷൻസ് ഒഴിഞ്ഞതാക്കുക. അൻ തകൂന മുഅഖിദ വ മുൽതബിസ, എന്താണ്, കെട്ടുപിണഞ്ഞതും ബുദ്ധിമുട്ടുള്ളതുമാക്കുക. അപ്പോ ഇതിന്ന് ഈ ബി മാത്രാണോ, എല്ലാതും ആണോ, അൽഫും ബാവും ആണോ, താ ആണോ? അൻ തകൂന മുഅഖിദ മുൽതബിസ എന്ന് പറഞ്ഞാല് അവ്യക്തവും സങ്കീർണവും ആക്കുക എന്നാണ്. ക്വസ്റ്റ്യൻ എന്തിക്കുക? അവ്യക്തമാക്കുക, അവ്യക്തവും കൺഫ്യൂസിങ്ങും സങ്കീർണവുമാക്കുക. മുൽതബിസ മുഅഖിദ എന്നൊക്കെ പറഞ്ഞ സങ്കീർണമാക്കുക, അവ്യക്തമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അത് അതിൽ പെട്ടതല്ല. ഇവിടെ കണ്ടോ ഇബ്ഹാം, ഇവിടെ കാലി എന്നുള്ള വാക്കില്ലെങ്കിൽ ഇതും പറ്റൂലായിരുന്നു. ഇവിടെ കണ്ടോ ഇബ്ഹാം എന്ന് കാലിയാക്കുക എന്ന് പറഞ്ഞേക്കണു. അപ്പൊ ഏതാണ് ആൻസർ വരിക? വെരി ഗുഡ്, ഓപ്ഷൻ സി ആണ്. ഇത് എത്ര പേര് ശരിയാക്കിയിട്ടുണ്ട്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. യെസ്, ശരിയല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഇത് ഏത് ഭാഗത്ത് നിന്ന് വന്ന ചോദ്യാന്ന് അറിയോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ ടീച്ചിങ് പറഞ്ഞ സമയത്ത് മൈക്രോ ടീച്ചിങ്ങിന്റെ കുറച്ച് സ്കില്ലുകൾ പറഞ്ഞിരുന്നു. ആ സ്കില്ലിന്റെ സമയത്ത് നമ്മൾ തൗജീഹുൽ അസ്ഇല എന്ന് പറയുന്ന ഒരു സ്കില്ല് പഠിപ്പിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പ്രോബിംഗ് ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ആ ഭാഗത്ത് നമ്മൾ ഇതാ ഇങ്ങനെ ഒരു കാര്യം പഠിച്ചിരുന്നു. ഓർക്കുന്നുണ്ടോ? തൗജീഹുൽ അസ്ഇല, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ക്വസ്റ്റ്യന്റെ അനാൻസറുകൾ എന്തൊക്കെയാണ് അതിന്റെ അകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ചോദ്യങ്ങൾ എന്തായിരിക്കണം? വളരെ കൃത്യമായിരിക്കണം, മൂജസായിരിക്കണം, സംക്ഷിപ്തമായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, അതുപോലെ തന്നെ സിമ്പിൾ ആയിരിക്കണം, കൺഫ്യൂഷൻസ് ഇല്ലാതെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത് ആ ഭാഗത്ത് നിന്ന് വന്നതാണ്. അപ്പൊ ഇതായിരുന്നു ആ ചോദ്യം. സിമ്പിൾ അല്ലേ? അടുത്തൊരു ചോദ്യം. മുൽത്തബിസ മുഴക്കിത എന്നൊക്കെ പറഞ്ഞ സങ്കീർണാക്കാനാണ് അർത്ഥം. മുഴക്കിതാറെ കെട്ടുകുടുങ്ങിയതാക്കുക, മുൽത്തബിസ സങ്കീർണാക്കുക, ബുദ്ധിമുട്ടുള്ളതാക്കുക എന്നൊക്കെയാണ്. നോക്കോ, അടുത്ത ചോദ്യം താഴെ കൊടുത്തത് മീൻ മുസ്തമിർ CCE അല്ലെ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. CCEയില് വരുന്ന നശാത്താത്ത് ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം. CCE നമുക്ക് കേൾക്കുമ്പോ നമ്മളെ മനസ്സിക്ക് വരും ആ കൊല്ലം ആ കുട്ടികൾ കാട്ടണം മൊത്തം കാര്യങ്ങളുടെയും ഇവാലുവേഷൻ ആണ് CCE. അവരെന്തൊക്കെ മലക്കം പറഞ്ഞോ, എവിടേക്കൊക്കെ ടൂർ പോയോ, എന്തൊക്കെ കാട്ടിയോ, എവിടെയൊക്കെ പോയോ, എല്ലാം പെട്ട സാധനമാണ് CCE അല്ലെ. കുട്ടിയെ നിരന്തരമായി ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ കൊല്ലം മുഴുവൻ കുട്ടി കാട്ടണം, എല്ലാ മാർക്ക് കൂടി എല്ലാ സാധനം കൂടി നോക്കിയിട്ടല്ലേ C മാർക്ക് കൊടുക്കുന്നത്. CCE അതാണ് CCE. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ്? മഷ്റൂ വ തഫ്സീസ്, പ്രൊജക്ട്, തഫ്സീസ് അസൈൻമെന്റ്, നെദ്വ സെമിനാർ, മുനാഖശ ഡിസ്കഷൻ. ഇതിൽ ഏതൊക്കെയാണ് CCE എന്ന് പറയാ? അല്ലെ, തഖ്മീൻ മുസ്തമിർ. ഓക്കെ, സി മാർക്കിൽ നമ്മൾ ഇതിൽ ഏതൊക്കെ പരിഗണിക്കും? യെസ്, വെരി ഗുഡ്, ജമീ ആണ്. കാരണം ഇതിലെല്ലാം പെടും. ജമീ എന്ന് പറയുമ്പോൾ C മാർക്ക് നമ്മളെല്ലാം അങ്ങനെ കൊടുക്കുക. കുട്ടിയുടെ ക്ലാസ്സിലെ ബിഹേവിയർ നോക്കും, നമ്മൾ ചോദിക്കുന്ന സമയത്ത് കുട്ടി എത്രത്തോളം ആക്റ്റീവ് ആകുന്നുണ്ട് നോക്കും, കുട്ടി കാര്യങ്ങൾ എത്ര ഇടപെടുന്നുണ്ട് നോക്കും, കുട്ടീന്റെ സെമിനാർ നോക്കും, അസൈൻമെന്റ് നോക്കും, പ്രൊജക്ട് നോക്കും, എല്ലാം നോക്കിയിട്ടല്ലേ നമ്മൾ മാർക്ക് കൊടുക്കുന്നത് C മാർക്ക് അല്ലേ. അപ്പൊ എന്താ വരിക? ജമീ 3 ശരിയാണ്. ഓക്കെ, CCയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഷ്റൂ, തഫ്സീസ്, നെദ്വ എല്ലാ നശാദുറാസിം, അതിന്റെ അകത്ത് വരുന്ന എല്ലാ സാധനവും അതിന്റെ അകത്ത് പെടും. മുനാഖശയും അതിൽ വരുന്ന കാര്യം തന്നെയാണ്. ആ കുട്ടിയുടെ തംതദ്ദു തിവാലസന, ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, ആ കുട്ടി ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന എല്ലാ ടെസ്റ്റുകളും എല്ലാ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും ചേർന്ന കാര്യമാണ് എന്ത് സി. ഓക്കെ, ഓക്കെ. തത്വമിൽ മുസ്തമിർ മുസ്തഇബാണ് CCE. ഈ CEയില് നമ്മൾ വരുന്നത് ഈ പറഞ്ഞ പോലെ മഷ്റൂ, തഫ്സീസ്, നെദ്വ, മുനാഖശ ആണ്. CEയും TEയും നമ്മുടെ ഹാൻഡ് ബുക്കിന്റെ അകത്തുള്ളതാണ്. CEയും TEയും മുസ്തഇബൂടെ ഉണ്ടാകുമ്പോഴാണ് CCE വരുന്നത്. ശരിയാണ്. ഓക്കെ, അടുത്തത് ഇത് നമ്മൾ തിയറികൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യമായിരുന്നു. മെൽ അഗ്റാദ് അല്ലദി യജ്തമിലു അലൈഹ അൽ മജാലുൽ മഅരിഫി. മജാലുൽ മഅരിഫി കൊഗ്നിറ്റീവ് എന്ന് പറയുന്ന മേഖലയിലുള്ള പഠന ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഏത്? ഫഹ്മു വൽ ഇസ്തിയാബ്, തൻളീം, മഅരിഫ. ബ്ലൂംസ് ടാക്സോണമി ഒരു ത്രികോണൊക്കെ വെച്ച് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, നിങ്ങൾ റെക്കോർഡ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാകും. ബ്ലൂംസ് ടാക്സോണമി ഓപ്ഷൻ സി ആണ് ആൻസർ. അലിഫും താവുമാണ്. ഇതെങ്ങനെ വന്നു നമുക്ക് നോക്കാം. ബെഞ്ചമിൻ എസ് ബ്ലൂം, അമേരിക്കക്കാരനായ ഡോക്ടർ ബെഞ്ചമിൻ എസ് ബ്ലൂമിന്റെ ടാക്സോണമിയിൽ അദ്ദേഹം ഒരു ആളുടെ വളർച്ച, പഠന നേട്ടങ്ങളെ, പ്രധാനമായിട്ട് ലക്ഷ്യങ്ങളെ 3 ഭാഗമായി തിരിക്കുന്നുണ്ട്. കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ. കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്,
സൈക്കോമോട്ടോർ, ഇങ്ങനെ 3 തിരിക്കുന്നുണ്ട്. അതിൽ മഅരിഫി എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ്, ആത്തിഫി എന്ന് പറഞ്ഞാൽ അഫക്റ്റീവ്, ഹർക്കി നഫ്സി എന്ന് പറഞ്ഞാൽ സൈക്കോമോട്ടോർ. അങ്ങനെ ഓരോന്നിലും അതിന് ഓരോ ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അതില് മഅരിഫ, അതായത് അൽഫഹം എന്താണ് മഅരിഫ, ഇസ്തിദ്കാർ ബയാത്ത്, കാര്യങ്ങൾ ഓർത്തെടുക്കുക, അത് മഅരിഫയിൽ വരുന്നതാണ്. ഫഹ്മ് അണ്ടർസ്റ്റാൻഡിങ്, തത്ബീഖ് അല്ലെ ആപ്ലിക്കേഷന്, തഹലീല് അനാലിസിസ്, തെർക്കീബ്, തഖ്യീം, ഇങ്ങനെ 6 ഏതിൽ വരുന്നുണ്ട്? കൊഗ്നിറ്റീവില് വരുന്നുണ്ട്. അതേപോലെ തന്നെ 5 ആറ്റിഫിൽ, ഇത് അല്ലാതെ ചോദിക്കാറില്ല, അഫക്റ്റീവിന്റെയും സൈക്കോമോട്ടറിനെയും ചോദിക്കാറില്ല. ഈ കൊഗ്നിറ്റീവ് ആണ് സാധാരണ ചോദിച്ച് കാണാറുള്ളത് ബ്ലൂം ടാക്സോണമിന്ന്. ഇത് കണ്ടാൽ നിങ്ങൾ 3 സ്റ്റേജസ് കണ്ടില്ലേ? ബ്ലൂംസിന്റെ ടാക്സോണമിയിൽ വരുന്ന 3 ഏതൊക്കെയാണ്? കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്, സൈക്കോമോട്ടോർ. ആ കൊഗ്നിറ്റീവിൽ വരുന്ന ഇതാണ് അല്ലെ സംഗതികളാണ് ഇസ്തിദ്കാർ ബയാനാത്ത്, ഫഹ്മ്, തത്ബീഖ്, തഹ്ലീൽ, തർക്കീബ്, തഖ്യീം. നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് വരുന്നതാണ് ഫഹ്മും മാരിഫയും. അലിഫും വന്നു, താവും വന്നു. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഈ ഒരു ബ്ലൂമിന്റെ ടാക്സോണമി ഇതാ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അടുത്ത എക്സാമിനും ഇപ്പൊ കുറെ ആയിട്ട് പണ്ട് കാറ്ററിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ഒരു ബ്ലൂംസ് ടാക്സോണമി എന്ന് പറയുന്നത്. പിന്നെ അതിപ്പോ ചോദിക്കൽ മാറിയിരുന്നു. അപ്പൊ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ക്രിയേറ്റീവ്, ക്രിയേറ്റിംഗ്, ഇവാലുവേറ്റിംഗ്, അനലൈസിങ്, അപ്ലൈയിങ്, അണ്ടർസ്റ്റാൻഡിങ്, റിമെമ്പറിംഗ് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ ഇതിൽ ഓരോ കള്ളിയും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാട്ടെ. അതിനുള്ളൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു HSAക്കും ചോദിച്ചിട്ടുണ്ട് ഈ ബ്ലൂമുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അപ്പൊ അത് ജസ്റ്റ് ഇതിന് ശേഷം ഇത് അയച്ചു തരാം. നിങ്ങൾ ഇതൊന്നും എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നോക്കണം കേട്ടോ. മാരിഫയും ഫഹമും ഒക്കെ വരുന്നത് ഏതിലാണ്? ഈ ബ്ലൂംസിന്റെ കൊഗ്നിറ്റീവിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതില് അലിഫും താവുമാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ്. അടുത്തൊരു ചോദ്യം, ലൈസമിനെ നശാദത്തിൽ ലോവിയ, താഴെ കൊടുത്തതില് ഏതാണ് ഭാഷാപരമായ പ്രവർത്തനങ്ങൾ, ലാംഗ്വേജ് ആക്ടിവിറ്റിയിൽ പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. ഇദാഅത്തുൽ മദ്രസിയ, സ്കൂൾ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റത്തിലാണ് ഇദാഅത്തുൽ മദ്രസിയ, സ്കൂൾ ബ്രോഡ്കാസ്റ്റിംഗ്. നാദി ലുഗൽ അറബിയ, അറബിക് ക്ലബ്ബ്, റസ്മുൽ ഖറായിത്ത്, സിഹാഫ തഹരീർ അല്ലെ, ജേർണലിസം, എഡിറ്റിംഗ്. ഇതിലൊരു ഭാഷാപരമായിട്ടുള്ള പ്രവർത്തനം അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. വെരി ഗുഡ്. റസ്മുൽ ഖറായിത്ത് എന്ന് പറഞ്ഞാൽ മാപ്പ് വരയ്ക്കുന്നതാണ്, മാപ്പ് ഡ്രോയിങ്. ഓക്കെ, മാപ്പ് ഡ്രോയിങ്ങിനാണ് റസ്മുൽ ഖറായിത്ത് എന്ന് പറയുന്നത്. അതെന്തല്ല, ലാംഗ്വേജ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടതല്ല. അപ്പൊ ഏതാണ് ആൻസർ വരിക? ഏതാണ് ഫസ്റ്റ് ഓപ്ഷന്റെ മീനിങ്? ഇദാഅത്തുൽ മദ്രസിയ എന്ന് പറയുന്ന സ്കൂൾ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം. സ്കൂൾ റേഡിയോ ഒക്കെ ഉണ്ടാവില്ലേ, അതിന് പറയുന്ന പേരാണ് സ്കൂൾ ബ്രോഡ്കാസ്റ്റിംഗ്. ഓക്കെ, സ്കൂൾ ബ്രോഡ്കാസ്റ്റിംഗ്, അറബിക് ക്ലബ്ബ്, അതുപോലെ മാപ്പ് വരക്കലും, സിഹാഫ തഹരീർ. അപ്പൊ ഇതിൽ ഏതാണ് ലാംഗ്വേജ് ആക്ടിവിറ്റിയിൽ പെടാത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? യെസ്, ഓപ്ഷൻ സി. അതെല്ലാവരും ശരിയാക്കിയോ? അടുത്തത് ഡീന്റെ മീനിങ് സിഹാഫ, ജേർണലിസം, എഡിറ്റിംഗ്. അതൊക്കെ ഭാഷയുമായി ബന്ധപ്പെട്ട സാധനം തന്നെയാണല്ലോ. അടുത്തത് പിന്നെ ഇഹ്തിമാമാത്ത് ഇൻ തഖ്തീത്തിൽ മൻഹജ്, ഒരു കരിക്കുലം ഡിസൈൻ ചെയ്യുമ്പോൾ, കരിക്കുലം സ്കൂൾക്കുള്ള കരിക്കുലം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അത് കരിക്കുലം പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പ്രാധാന്യം കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദ്യം. തഈനുൽ അഹ്ദാഫ്, ലക്ഷ്യങ്ങൾ നിർണയിക്കുക. ഇംകാനത്ത് തഖ്വീം, എത്രത്തോളം ഇവാലുവേഷന്റെ പോസിബിലിറ്റീസ് എങ്ങനെയൊക്കെയാന്നുള്ളത് നോക്കുക. വസ്തിഖ്ദാം വസായിൽ തഖ്വീം, അതുപോലെ തന്നെ ഇവാലുവേഷൻ ടൂളുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിന്റെയൊക്കെ പോസിബിലിറ്റീസ്, ഏതൊക്കെ ടൈപ്പ് ഇവാലുവേഷൻസ് ഒക്കെ നടത്താമെന്ന് നോക്കുക. ഇഖ്തിയാറുൽ ഖിബ്റത്ത് താലിമിയ, കുട്ടികളുടെ ലേണിംഗ് എക്സ്പീരിയൻസുകൾ സെലക്ട് ചെയ്യുക. എന്തൊക്കെ ടൈപ്പിലുള്ള ലേണിംഗ് എക്സ്പീരിയൻസുകൾ പ്രൊവൈഡ് ചെയ്യണമെന്നത് സെലക്ട് ചെയ്യുക. ഇതിൽ ഏതൊക്കെയാണ് ഒരു കരിക്കുലം പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? 10 ചോദ്യത്തോളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നോക്കൂ. തഈനുൽ അഹ്ദാഫ്, ഫസ്റ്റ് തന്നെ ഒരു കരിക്കുലം ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് ഇത് പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം നോക്കണ്ടേ നമ്മള്? വേണം. ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പോലെ അത് പഠിപ്പിച്ചത് ഇവാലുവേഷൻ ചെയ്യാൻ പറ്റുമോ നോക്കണ്ടേ? വേണം. കുട്ടികൾക്ക് എന്തൊക്കെ ടൈപ്പിൽ ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാൻ നോക്കണ്ടേ? വേണം. അപ്പൊ ഏതാണ് ആൻസർ വരിക? ജമീഅ്, അൽ ജമീഅ്, അലിഫ് ബ ത 3 ആണ് കേട്ടോ. ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കണം, ഇവാലുവേഷന്റെ ടൂൾസ് നോക്കണം, ലേണിംഗ് എക്സ്പീരിയൻസ് എന്തൊക്കെയാന്നുള്ളത് സെലക്ട് ചെയ്യണം. ഇതൊക്കെ ഒരു കരിക്കുലം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഞാൻ ടൈപ്പ് ചെയ്തപ്പോ അങ്ങോട്ടോട് മാറിയതായിരിക്കും കേട്ടോ. ഏതായാലും ജമീ ആണ് ആൻസർ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടപ്പോ ബിയും സിയും അങ്ങോട്ടോട് മാറിയതാണ്. എന്തായാലും ഇത് 3ഉം എന്താണ് അതിൽപ്പെട്ടതാണ് കേട്ടോ. അടുത്ത ചോദ്യം, മിൻ മുമയ്യിസാത്ത് അത്തഅല്ലുമു തശാറുഫി, താഴെ കൊടുത്തതിൽ കൊളാബറേറ്റീവ് ലേണിംഗിന്റെ ടീച്ചിങ്ങിന്റെ അതിന്റെ പ്രത്യേകതകളിൽ, കൊളാബറേറ്റീവ് ടീച്ചിങ്ങിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് ചോദ്യം, പെടാത്തതല്ല, പെട്ടതാണ് ചോദിക്കുന്നത്.
ബഖാഉ തുല്ലാബ് ഫി ഹാലത്തി ഇന്തിബാഹ് വ തർക്കീസ്. കുട്ടികൾക്ക് വളരെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ശ്രദ്ധയുമുള്ള അവസ്ഥയിൽ കുട്ടികൾ നിലനിൽക്കും. അതുപോലെ തഅ്ഹീലത്തുല്ലാബ്, കുട്ടികളെ നമുക്ക് സജ്ജമാക്കാൻ സാധിക്കും. എന്തിന്? ഇതിൽ മുനാഖശത്തു സൊഫിയ, ക്ലാസ് റൂം ഡിസ്കഷനുകളൊക്കെ നടക്കുമ്പോൾ അതിനു വേണ്ടി കുട്ടികളെ നമുക്ക് സജ്ജമാക്കാൻ സാധിക്കും. വഅയ്യത്തുല്ലാബ് ബിവുജൂദി ഫുറൂഖാത്ത് ഫി തഫ്കീരി ബൈനഹും, കുട്ടികൾക്ക് എന്താണ് ഗ്രൂപ്പില് എന്താണ് കാര്യങ്ങള് മനസ്സിലാക്കേണ്ടതിന് ചിന്തിക്കേണ്ടതും അതിന്റെയൊക്കെ പ്രത്യേകതകള് കുട്ടികൾക്ക് അതിനെ കുറിച്ചൊരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വഅയ് എന്ന് പറയുമ്പോൾ അവബോധം ഉണ്ടാക്കലാണ് വഅയ്. ഓക്കെ, വിദ്യാർത്ഥികൾക്ക് തമ്മിലുള്ള ചിന്തകൾ അവർക്ക് ഫുറൂഖാത്ത് ഫി തഫ്കീർ, അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ചിന്തകൾ തമ്മിൽ എന്തുണ്ടാകും? ഡിഫറൻസുകൾ ഉണ്ടാവും. പല കുട്ടികളും പല രീതിയിലുള്ള ചിന്തകളാണ് ചിന്തിക്കുക. അപ്പൊ അവർക്കിടയിലുള്ള ചിന്തകളിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ അതിനെ കുറിച്ചൊക്കെ ഒരു അവബോധം കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിൽ എന്തൊക്കെയാണ് നമുക്കൊരു കുട്ടികൾ കൂട്ടം ചേർന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾ കൂട്ടം ചേർന്ന് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് ശ്രദ്ധയും കോൺസെൻട്രേഷനും. നമ്മൾ വെറുതെ ഇങ്ങനെ ടീച്ചർമാർ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നേക്കാളും അവർ കൂട്ടം കൂടി പഠിക്കുമ്പോൾ അവർക്ക് ശ്രദ്ധയും കോൺസെൻട്രേഷനും കിട്ടും. അതുപോലെ തന്നെ അവർക്ക് എന്താണ്? അവരിങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ അവർക്ക് ക്ലാസ് റൂം ഡിസ്കഷനിൽ സജ്ജമാകാനുള്ള ഒരു അവസരമല്ലേ? അല്ലേ? ഓക്കെ, കുട്ടികളെ സജ്ജമാക്കും. മുനാഖശത്തു സൊഫിയ, ക്ലാസ് റൂം ഡിസ്കഷനുകൾക്ക് കുട്ടികളെ സജ്ജമാക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പരസ്പരം അവർക്കിടയിലുള്ള ചിന്തകളിലെ വ്യത്യാസങ്ങളൊക്കെ അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ഇത് മൂന്നും ഒരു കുട്ടികൾ കൂട്ടം ചേർന്ന് പഠിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങളല്ലേ? അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഇത്രയാണ് നമ്മുടെ പെഡഗോജിന്ന് തിയറികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങൾ. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളൂടെ ഉണ്ട്, ഒരു രണ്ട് മൂന്നെണ്ണം. അതോട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇതുവരെ ചെയ്ത ഇത്ര നമ്മൾ ചെയ്തതാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ചോദ്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഈ 10 10 ശരിയായവരുണ്ടാവും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കൂ. ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഒരു ചോദ്യം. അൽ ഖൽഖാൽ ഹലിയൻ യൽബസു ഫിൽ യദ്, കയ്യിൽ ധരിക്കുന്നതാണ്, പിരടിയിൽ ധരിക്കുന്നതാണ്, കാലിൽ ധരിക്കുന്നതാണ്, അരയിൽ ധരിക്കുന്നതാണ്. ഏതാണ്? ഓപ്ഷൻ സി. ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഇതാ ഞാൻ ഇങ്ങനെ ഒരു ഫയലുകൾ കാണിച്ചു തന്നിരുന്നു. അതായത് എന്താണ് അലങ്കാരം ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇല്ല, ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാ, 7ാം ക്ലാസ്സിന്റെ പഴയ ടെക്സ്റ്റ് ബുക്കാ. ഓക്കെ, അതിൽ കുറെ ഇങ്ങനത്തെ അലങ്കാര വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിൽ ഖൽഖാൽ, പാദസരം അതിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കൂ. ഇത് വളരെ ജനറൽ ആയ ചോദ്യമാണ്. അത് ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ നിന്ന് മേ ബി കൊടുത്തതായിരിക്കും. അതുകൊണ്ടാണ് അത്രയും സിമ്പിൾ ആയ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അല്ലേ? ഉമർ സാനി ഖുലഫായി ആരാണെന്നാ? അല്ലെ, ഉമർ സാനി അരിമാരാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് ആണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അല്ലെ, കൃത്യമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഖുലഫായി അമവിയ്യീൻ, ഇങ്ങനെ തന്നെ കറക്റ്റ് വാക്ക് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് അമവി കാലഘട്ടം എന്നുള്ളത് അല്ലെ? ഇത് പല ഈ അദ്ദേഹത്തെ കുറിച്ച് വേറെയും പല ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, വളരെ സിമ്പിളായ ചോദ്യം അല്ലെ. സുംബൂർ എന്ന് പറയുന്ന വാക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ? പക്ഷികൾ, വെള്ളം, പ്രാണികൾ, പച്ചക്കറികൾ അല്ലെ? ഏതാണ്? വെരി ഗുഡ്, ആണ് അല്ലെ? കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ, പല ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും ഈ ഒരു വെള്ളത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീം വരുന്നുണ്ട്. 5ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലുള്ള ഒരു സാധനമാണ് ഇത് അല്ലെ. അടുത്തൊരു ചോദ്യം, ഇതും 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇഖ്തർ അൽ ജുംല അൽ ഖാത്തിയ, താഴെ കൊടുത്തതിന് തെറ്റായത് തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. അല്ലിമു അൽ ബനാത ജൈദൻ ഹുന്ന ഉമ്മഹാത്തുൽ ജീൽ ജദീദ്, നാദ തവക്കുൽ കർമാൻ ജായിസ് നോബലിൽ അദബ്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ അത്തബീബ് ഖാബനി. ഇതില് ഈ 2 സാധനം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടുപിടിച്ചു. ഇതും എവിടെയോ ഉണ്ട്, ഇത് എവിടെയുള്ളത് എനിക്ക് തെരഞ്ഞിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ആൻസർ ഇതാണ്. കാരണം 8ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് പറയുന്നുണ്ട് തവക്കുൽ കർമാൻ നോബൽ സമ്മാനം നേടിയത് എന്തിനു വേണ്ടിയിട്ടാണ്? സലാമിലാണ് അല്ലെ? സലാമാണ്. സലാം എന്ന് പറയുമ്പോ സമാധാനത്തിലാണ് നേടിയത്. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അദബിനാണ്, സാഹിത്യമാണ്. 8ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിലാണ്. പിന്നെ ഈ കൊടുത്ത ഓപ്ഷൻ കണ്ടോ? ഇതുണ്ടോ?
നിങ്ങൾ പെൺകുട്ടികളെ നല്ലത് പഠിപ്പിക്കുക, അവർ നാളത്തെ ഉമ്മമാരാണ്. 8ാം ക്ലാസ്സിലെ തവക്കുൽ കർമാന്റെ പാഠം പഠിപ്പിച്ചിട്ട് തൊട്ടപ്പുറത്തെ ഫതാത്തുൽ അസർ എന്ന് പറയുന്ന കവിതയിൽ പറയുന്നുണ്ട് അല്ലിമുൽ ബനാത്ത്, നിങ്ങൾ മക്കളെ പഠിപ്പിക്കുക, പെൺകുട്ടികളെ പഠിക്കണം, അവര് നാളത്തെ ഉമ്മമാരാണ് എന്ന് പറയുന്ന തീമില്. അടുത്ത ചോദ്യം, മാതാ ഷായർ ബിസത്തർ, താഴെ കൊടുത്ത വരി കൊണ്ട് എന്താണ് കവി ഉദ്ദേശിച്ചത് എന്നാണ് ചോദ്യം. ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണത്. ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ ചോദ്യം, ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് കൃത്യമായി പറഞ്ഞിരുന്നു, മുമ്പും ഒരു തവണ ഈ ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളത്. എത്ര പേര് ഓർത്തു അത്? 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ കവിതയുടെ വരികളാണ് അല്ലെ. ഏതാണ് ആൻസർ വരിക? ഇത് എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്നു, അത് സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, യാത്രയുടെ അപകടങ്ങളെ കുറിച്ച് ഉണർത്തുന്നു, അറിവ് നേടുന്നതിനെ കുറിച്ച് മടുപ്പുണ്ടാക്കുന്നു, അതിനെ വിരോധിക്കുന്നു. അപ്പൊ ഇതില് ഏതാണ്? ഓക്കെ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ കവിതയിൽ വരുന്നുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാമിനെ പറയുന്ന ആ ഒരു ചാപ്റ്ററിന്റെ അകത്ത് ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുത്ത സാധനമാണിത് അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനൊക്കെ പിരിഞ്ഞു പോണം, എന്നിട്ട് നിങ്ങൾ അതിനൊക്കെ പകരം കണ്ടെത്തണം. എന്താണ് ജീവിതത്തിന്റെ സുഖം എന്ന് പറയുന്നത്? എന്താണ്, ഇങ്ങനെ യാത്രയിലൂടെയാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. നിങ്ങൾ നിലവിൽ നിൽക്കുന്ന കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കൊന്നും നേടാൻ പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട് APJ അബ്ദുൽ കലാമിന്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ സഫർ തച്ചിത് കാണുമ്പോ തന്നെ നമുക്കിത് കിട്ടും, സഫർ. അപ്പൊ നമ്മൾ ചിന്തിക്കും അതിപ്പോ എന്തായാലും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുമല്ലോ, ഇതെന്തായാലും ആവൂല. പറയാം, നമുക്ക് ഉത്തരം കിട്ടാൻ നമ്മളത്ര ബുദ്ധി വേണ്ടരില്ല. അപ്പൊ ഓപ്ഷൻ A ആണ് അതിൽ കറക്റ്റ് ആൻസർ കേട്ടോ. താഴെ കൊടുത്തതില് ഏതാണ്? ഇത് നമുക്ക് ഞാനിപ്പോ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു, ലാസ്റ്റത്തെ ക്ലാസ് ആയിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ +1 ക്ലാസ്. അന്ന് ഞാനിത് ക്ലാസ് എടുത്ത സമയത്ത് മുഹിദ്ദീൻ ആലുവായിന്റെ പാഠം എടുത്തപ്പോ അത് നോക്കി വെച്ചോണ്ടിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടായിരുന്നു? അതിന് ഭയങ്കര സ്പീഡ് പറഞ്ഞു പോയൊരു ക്ലാസ് ആയിരുന്നു. AIR ഇത് എന്ത് ചെയ്യാണ്? ഇത് ചുരുക്ക ഫോം ആണ്. അതിനെ ഓൾ ഇന്ത്യ റേഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ മുഹിദ്ദീൻ ആലുവായി അവിടുത്തെ ഓൾ ഇന്ത്യ റേഡിയോയുടെ എന്തായിരുന്നു അവിടുത്തെ മുടി ആയിരുന്നു അല്ലെ. ഇദാഅത്തു ഉമൂമുൽ ഹിന്ദ്. ഓപ്ഷൻ B ആണ് ഇദാഅത്തു ഉമൂമുൽ ഹിന്ദ്, ഓൾ ഇന്ത്യ റേഡിയോ എന്ന്. ആൻസർ നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്, കഴിയാനായി. ബ്രോഷറാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബ്രോഷർ, ഇതാണ് അതിന്റെ ബ്രോഷറിന്റെ ശരിക്കുള്ള സ്പെല്ലിംഗ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട് കണ്ട ചോദ്യങ്ങള്.